എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ തോരൻ. ചുവന്നുള്ളി 4 കണ്ടിക്കണം. പച്ചമുളക് ചെറുതായിട്ട് അരിയണം. വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതാണേ. ഇഞ്ചി അരിയണം. അടുപ്പ് വെച്ച് ഇതിനകത്ത് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇടാം. ഇതിനകത്ത് ചിക്കനാണേ. വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളത്തിൽ കിടന്ന് ചിക്കൻ ഒന്ന് വേവട്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സ്വല്പം ഉപ്പിടാതെ, സ്വല്പം ഉപ്പ്. നമുക്കിത് വേവിച്ചെടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. പകുതി വേവ് വന്നിട്ടുണ്ട്. നമുക്കിതിനി ആറാൻ വെക്കണം. ആറിയിട്ട് നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ് ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുമ്പക്കൂട്ടി ഇറച്ചി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചിട്ട് ആറിയതിന് ശേഷം ചതച്ചെടുക്കണം. അത് നിങ്ങളുടെ കാണിക്കുകയാണ്. അപ്പം നിങ്ങളെ വേവിച്ച് വെച്ച ചിക്കനാണേ, ചതക്കുകയാണേ. ചെറുതായിട്ട് ഇങ്ങനെ ചതച്ച് കൊടുക്കണം. അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിക്കാം. മിക്സിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇടിക്കലുണ്ടെങ്കിൽ അതാണ് നല്ലത്. വെളിച്ചെണ്ണ ആവശ്യത്തിന്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. വരട്ടി കൊടുക്കാം. ഇഞ്ചി നീളത്തിലരിഞ്ഞ് കൊടുക്കാം. വെളുത്തുള്ളി നീളത്തിലരിഞ്ഞ്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ്, കറിവേപ്പില, തേങ്ങ കൊത്താണ്, മിക്സായി കൊടുക്കാം. തിരിഞ്ഞ് വെച്ച തേങ്ങ, മിക്സാക്കാം. ചിക്കൻ വേവിച്ചത് ചതച്ചതാണേ. മിക്സായി കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കനകത്ത് ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്വല്പം ഉപ്പിട്ട് കൊടുക്കുക. അര ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണേ ഇറക്കി കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി മിക്സായി കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. തീ കുറച്ച് വെച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇളക്കി കൊടുക്കാം.
എല്ലാം കൂടി മിക്സായി കൊടുക്കുക. ഒക്കെ ചെയ്യുമ്പം ചെറിയ തീരിട്ടേ ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൈ കൊടുക്കാം. ചിക്കൻ തോരൻ റെഡിയായി. ഇതെല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനകത്ത് നമുക്ക് താളിച്ചൊഴിക്കണം, വറ്റൽ മുളക് ഇട്ട് താളിച്ചൊഴിക്കണം. എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. എന്താ നല്ല ടേസ്റ്റാണ്. നമുക്കൊന്ന് താളിക്കാം. ഇതിനകത്ത് ആവശ്യത്തിന് എണ്ണ, കടുകിടാം. കടു പൊട്ടുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. സ്വല്പം കറിവേപ്പില. കടു തളിച്ചതാണേ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ട ചിക്കൻ തോരൻ നല്ല അടിപൊളിയായിട്ട് ചെയ്യണ്ട. ആ പ്ലേറ്റിലോട്ട് ഇതാ സെർവ് ചെയ്യുന്നു. വേണ്ട ചപ്പാത്തിയിലൂടെ പത്തിരിയിലൂടെ ചോറിനൂടെയൊക്കെ സൈഡ് വെച്ച് തിന്നണ്ട. ചോറിനൂടെയൊക്കെ സൈഡ് വെച്ച് തിന്നോ.